ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആയിരിക്കും. അത് നമുക്ക് സിമ്പിളായിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ കുറച്ച് ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മിക്ക ആളുകൾക്ക് ഇഷ്ടമുള്ള ഒന്നാണ് കോൺ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് പല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കോൺ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഇതൊന്നും ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നാരുകൾ നമുക്ക് കിട്ടും. അപ്പോൾ കോൺ സിൽക്ക് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു നാര്. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഈ നാര് നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന കുറച്ച് നാരുകളുണ്ടാവും. അത് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ കോണിന് ചുറ്റുമായിട്ട് നിന്നുള്ള ആ നാരുകൾ മാത്രമാണ് എടുക്കുന്നത്. നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകാനും അതേപോലെ തന്നെ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനൊക്കെ വളരെയധികം ബെനിഫിറ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ കോണിൻ്റെ നാരിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് നോർമലാക്കി എടുക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു കോണിൻ്റെ നാര് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ഉണക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും ഒരല്പം എടുത്തിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇത് കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഷുഗറിൻ്റെ അളവ് നോർമലാക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും കൊഴുപ്പ് അലിയിക്കാനൊക്കെ ഇതിന് വളരെയധികം ശക്തിയുള്ള ഒന്നാണ്. ഇതൊരു ടേസ്റ്റ് വ്യത്യാസമോ കളർ ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇലകൾ ഇങ്ങനെ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. തളിര് ആയിട്ടുള്ളത് ഞാൻ കുറച്ച് തണ്ടോട് കൂടിയിട്ട് അതും ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും കാഴ്ചശക്തി കൂട്ടാനും നമ്മുടെ മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നൊരു ചീരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് അറിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. നമുക്ക് തോരൻ വയ്ക്കുമ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നില്ല. കട്ട് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് തോരൻ വയ്ക്കുന്ന സമയത്ത് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചേർത്താറില്ലേ? അപ്പോൾ ഈ തേങ്ങ ചേർത്തുന്ന സമയത്ത് ഞാൻ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തുന്നത് ഒരു വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി ആയിരുന്നു. അത് കാരണം ഞാൻ അത് രണ്ടാക്കി മുറിച്ചിട്ട് അതിൽ ഒരെണ്ണം മാത്രമേ ചേർത്തുന്നുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് ചീരയല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്താം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഞാൻ കടായി ചൂടാൻ ശേഷം എണ്ണ ഒഴിച്ചിട്ട് കടുക് താളിച്ചു. പിന്നെ അതിലേക്ക് ഉഴുന്നിട്ടു. കുറച്ച് സവാള, ഒരു ചെറിയ സവാളയുടെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചുള്ള ചീരയും കൂടി ചേർത്തിട്ട് ഇപ്പം നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ചീരയൊക്കെ ഒന്ന് വാടി ചുരുങ്ങി വരും. ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടിട്ട് നമ്മൾ ഉപ്പ് ചേർത്തി കഴിഞ്ഞാൽ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കൂടുതലായി പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ചീരയിലൊക്കെ ഒന്ന് ഉപ്പിടാവൂ. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, ആ തേങ്ങ ഇതിലേക്ക് ചേർത്തി നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടാവണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിതിൽ വെളുത്തുള്ളി ചേർത്തിയതുകൊണ്ട് തന്നെ ചില ചീരകൾക്ക് ചിലപ്പോൾ നമുക്കൊരു ചവർപ്പോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ഇതിൽ ചേർത്തിയുള്ള വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ നമ്മൾ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന കറുപ്പ് കളർ പോകുന്നതിനുള്ള നല്ലൊരു റെമഡിയാണ്. അതിനായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന് നല്ല പിങ്ക് കളറിലെ ഫ്രൂട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞ് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് സീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പഞ്ചസാര ചേർത്ത് അലിഞ്ഞ് പോകുന്നതിന് മുന്നേ നമ്മൾ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ടിലെ കറുപ്പ് പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചുള്ള ഈ ഫ്രൂട്ട് നമ്മളൊരു ബാക്കിയുള്ളത് ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അതിനായിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത്
ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് നമ്മളിതുപോലെ ഈ തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സീഡ് നമുക്ക് പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ബൗളിലേക്കാണ് ഇതുപോലെ അതിൻ്റെ നീര് എടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പിങ്ക് കളറിൽ നല്ല ലിപ് ബാം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ വാസലിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വാസലിൻ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു കുഞ്ഞു ബോട്ടിലുള്ള മുഴുവൻ വാസലിനും ഞാൻ ഈ ഒരു ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ലിപ് ബാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേ കുഞ്ഞു കണ്ടെയ്നറിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം ഈ ഒരു ജ്യൂസിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ നല്ലതുപോലെ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ വാസലിൻ ഈ ഒരു ജ്യൂസായിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് നല്ല ചൂടിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേണ്ടേയിരിക്കും കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ആയതിന് ശേഷം ഒന്ന് കട്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതായി കണ്ടെയ്നറിലേക്ക് ഇതുപോലെ തിരിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കാവുന്നതാണ്. ലിപ് ബാം നല്ല പിങ്ക് കളറായതുകൊണ്ട് തന്നെ നല്ല ലിപ്സ് നല്ല പിങ്കായിട്ട് വരും. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പൊടിയും മാറാലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ട് ബോട്ടിൽ നിന്ന് നമുക്കൊരു പീസ് ഒന്നല്ല 2 പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഇതിലൂടെ ഞാനിതാ കത്തി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പീസ് മുറിച്ചെടുക്കുകയാണ്. 2 ഇഞ്ചോളം വീതിയിൽ ഞാനാണ് മുറിക്കുന്നത് കേട്ടോ. വീതിയുണ്ട്, 2 ഇഞ്ച് വീതി. പിന്നെ നീളം എന്ന് പറയുന്നൊരു 6 ഇഞ്ച് ഓളം നീളമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ 2 സൈഡിലും നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ അതേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. എന്നിട്ട് നമുക്ക് വേണ്ടത് ആവശ്യമില്ലാത്ത 2 തുണിയാണ് കേട്ടോ. നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 തുണി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഗ്യാപ്പിൽ അതിലൂടെ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റൊരു തുണി ഇതുപോലെ റോൾ ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ എന്നിട്ട് ബോട്ടിലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ബോട്ടിലിനകത്ത് ഇത് ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. ഒരുപാട് ഗ്യാപ്പ് വരരുത്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മളിത് അതൊന്ന് വിട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കേബിൾ ടൈ ആണ് എടുത്തിട്ടുള്ളത്. കേബിൾ ടൈ എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബോട്ടിൻ്റെ 2 സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും വേണം കേട്ടോ. നമ്മൾ കേബിൾ ടൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കേബിൾ ടൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കേബിൾ ടൈ തന്നെ വേണമെന്നില്ല. നിങ്ങളൊരു സാധാരണ ഒരു തുണിയുടെ പീസ് എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്ത് കെട്ടിയാലും മതി. ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സൈഡിൽ മാത്രമേ കേബിൾ ടൈ യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു ഭാഗത്ത് ഞാൻ ഇതുപോലെ കോട്ടൻ്റെ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ്. ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള തുണി വാഷ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് തുണി എടുത്തിട്ട് വീണ്ടും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത ക്ലീനിങ്ങിന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടൂൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്ലോത്ത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പണി പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ. ഫാനിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. ലീഫിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നന്നായിട്ട് പൊടി ഉണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ ഇതുപോലെ ആ ലീഫിലേക്ക് ആ തുണികളുടെ ഇടയിലൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് റിട്ടേൺ ഇതുപോലെ വലിച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ക്ലീൻ ആവുന്നതാണ്. നന്നായിട്ട് പൊടി വരും കേട്ടോ. ഒരല്പം നനവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.